കേരളത്തെ ഈ പകൽ നടുക്കിയ 3 കൊലപാതകങ്ങളും ഒരു വധശ്രമ കേസും. കൊച്ചി കളമശ്ശേരിയിൽ ഓടുന്ന ബസ്സിൽ കണ്ടക്ടറെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം അരങ്ങേറിയത് പട്ടാപ്പകലാണ്. യുവതിയെ ശല്യപ്പെടുത്തിയതിന്റെ വിരോധത്തിൽ കാമുകൻ ബസ്സിൽ കയറി കണ്ടക്ടറെ കുത്തിക്കൊല്ലുകയായിരുന്നു. കോഴിക്കോട് മുക്കത്ത് മകനെ അച്ഛൻ കൊലപ്പെടുത്തിയത് മദ്യപാനം ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തിൽ. തിരുവനന്തപുരത്ത് മകളുടെ ആത്മഹത്യയെ തുടർന്ന് കാമുകനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയ പിതാവിനെ കുറിച്ചും കേട്ടു. ഇതോടൊപ്പം ആലപ്പുഴ എരമല്ലൂരിൽ കാപ്പ കേസ് പ്രതിയായ യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ വാർത്ത ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കൊച്ചി കളമശ്ശേരിയിൽ പട്ടാപ്പകൽ ഓടുന്ന ബസ്സിൽ നടന്ന അരുംകൊലയുടെ ഞെട്ടലിലാണ് നാട്ടുകാരും യാത്രക്കാരും. കളമശ്ശേരി HMD ജംഗ്ഷനിൽ വെച്ചാണ് സ്വകാര്യ ബസ്സിൽ കയറി കണ്ടക്ടറെ കുത്തിക്കൊലപ്പെടുത്തിയത്. ബസ് കണ്ടക്ടറായ ഇടുക്കി സ്വദേശി അനീഷ് പീറ്ററിനെ കൊലയാളി ബസ്സിൽ ചാടിക്കേറി കുത്തിക്കൊല്ലുകയായിരുന്നു. ഇതിനുശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി കളമശ്ശേരി സ്വദേശി മിനൂബിനെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി. ഇയാളുടെ പെൺസുഹൃത്തിനെ കളിയാക്കിയതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. പട്ടാപ്പകൽ നഗരമധ്യത്തിലാണ് അരുംകൊല നടന്നത്. ഇടുക്കി രാജകുമാരി സ്വദേശിയാണ് കൊല്ലപ്പെട്ട കണ്ടക്ടർ അനീഷ് പീറ്റർ. ഇയാൾക്ക് 34 വയസ്സായിരുന്നു. കളമശ്ശേരി HMT ജംഗ്ഷനിൽ വെച്ച് ബസ്സിൽ ഓടിക്കയറിയ യുവാവ് അനീഷിനെ കുത്തിയ ശേഷം ഇറങ്ങി ഓടുകയായിരുന്നു. ഇയാളുടെ പെൺസുഹൃത്തിനെ കളിയാക്കിയതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. അവിടെ നിന്ന് യാത്രക്കാരും കൊണ്ട് വരുന്ന സമയത്ത് ഒരുത്തൻ ബസ്സിലോട്ട് ഓടി കയറിയിട്ട് ഈ ബസ്സിലെ കണ്ടക്ടറിനെ കുത്തിയിട്ട് അതിന് മൂലപ്പാടത്തേക്ക് ഇറങ്ങി ഓടുമായിരുന്നു. അപ്പോൾ അതിൽ യാത്ര ചെയ്യുന്ന ഒരു പെണ്ണിനെ കളിയാക്കിയെന്നും പറഞ്ഞിട്ട് അവളുടെ കാമുകനാന്നാണ് പറയുന്നത്. അവനാണ് വന്ന് കുത്തിയത്. അപ്പോൾ നീ കളിയാക്കൂടാന്ന് ചോദിച്ചു. അനീഷിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മാസ്ക് ധരിച്ചെത്തിയ പ്രതി യാത്രക്കാരുടെ മുന്നിൽ വെച്ചാണ് കൊലപാതകം നടത്തിയത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. കൊലപാതക കാരണം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. മകളുടെ ആത്മഹത്യക്ക് പിന്നാലെ മകളുടെ കാമുകനെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയ പിതാവ്. ഇതിനായി കൊട്ടേഷൻ സംഘത്തിന് നൽകിയത് 2 ലക്ഷം രൂപയാണ്. പെൺകുട്ടിയുടെ പിതാവ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സന്തോഷ് കുമാറും കൊട്ടേഷൻ സംഘവും ഒടുവിൽ പിടിയിലായി. കൊട്ടേഷന് ഏർപ്പാട് ചെയ്ത പെൺകുട്ടിയുടെ ബന്ധു ജിജു ഒളിവിലാണ്. 2 തവണയാണ് കൊട്ടേഷൻ സംഘം യുവാവിനെ ആക്രമിച്ചത്. ഫെബ്രുവരിയിൽ സന്തോഷിന്റെ മകൾ ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിന് കാരണം മകളുടെ സുഹൃത്തായ അനുജിത്താണെന്ന് പറഞ്ഞാണ് സന്തോഷ് ബന്ധു ജിജുവിന് കൊട്ടേഷൻ നൽകിയത്. നെടുമങ്ങാട് സ്വദേശിയായ സന്തോഷ്, കൊട്ടേഷൻ ഏറ്റെടുത്ത മെഡിക്കൽ കോളേജ് സ്വദേശി സ്വർണ്ണപ്പല്ലൻ എന്ന മനു, സൂരജ് എന്നിവരാണ് കേസിൽ പിടിയിലായത്. തിരുവനന്തപുരം മണ്ണന്തല പോലീസാണ് ഇവരെ പിടികൂടിയത്. ഫെബ്രുവരിയിൽ സന്തോഷിന്റെ മകൾ ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിന് കാരണം മകളുടെ സുഹൃത്താണെന്ന് പറഞ്ഞാണ് സന്തോഷ് ബന്ധു ജിജുവിനെ ഉപയോഗിച്ച് യുവാവിനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയത്. യുവാവിനെ കൊട്ടേഷൻ സംഘം ആക്രമിച്ചത് 2 തവണയാണ്. ആദ്യ തവണ വട്ടപ്പാറയ്ക്ക് സമീപം യുവാവിനെ കാറിടിച്ച് വീഴ്ത്തുകയായിരുന്നു. സാധാരണ വാഹനാപകടമെന്ന് കരുതി ഇയാൾ ഇത് അവഗണിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച മണ്ണന്തലയിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിച്ച യുവാവിനെ 2 സംഘം ആക്രമിച്ചു. ഈ പരാതിയുടെ അന്വേഷണത്തിലാണ് കൊട്ടേഷൻ വിവരം പുറത്തറിയുന്നത്. ആക്രമണം നടത്തിയവർ സഞ്ചരിച്ച ബൈക്ക് നമ്പർ വ്യാജമെന്ന് കണ്ടെത്തിയതോടെയാണ് പോലീസിന് സംശയം ബലപ്പെട്ടത്. തുടർന്ന് സിറ്റി ഷാഡോ പോലീസുമായി ചേർന്ന് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 3 പ്രതികൾ പിടിയിലായത്.
ചോദ്യം ചെയ്തതോടെ പ്രതികാര കഥ വ്യക്തമായി. മകളുടെ ആത്മഹത്യയ്ക്ക് പ്രതികാരമായിട്ടാണ് യുവാവിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയതെന്ന് സന്തോഷ് മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചു. കൊട്ടേഷന് ഏർപ്പാട് ചെയ്ത ജിജു ഒളിവിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. മദ്യപിച്ച് ലക്കുകെട്ട് ഭാര്യയെയും മക്കളെയും ഉപദ്രവിക്കുന്നവരെ കുറിച്ച് നമ്മൾ പണ്ട് മുതലേ കേൾക്കാറുള്ളതാണ്. ഇതിന്റെ ദുരിതം അനുഭവിച്ച പല കുടുംബങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ യുവാവിനെ പിതാവ് കൊലപ്പെടുത്തിയതിന്റെ കാരണവും മദ്യപാനമാണ്. മദ്യപാനം ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് മകനെ അച്ഛൻ കുത്തിക്കൊലപ്പെടുത്തിയത്. കോഴിക്കോട് കൂടരഞ്ഞി സ്വദേശി ക്രിസ്റ്റിയെ കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് ബിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉറങ്ങിക്കിടന്ന ക്രിസ്റ്റിയുടെ നെഞ്ചിൽ ബിജു കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ബിജു എന്ന ജോൺ ചെറിയൻപുറത്ത് സ്ഥിരമായി മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ആളാണെന്നാണ് വിവരം. വെള്ളിയാഴ്ച രാത്രി തിരുവമ്പാടിയിലെ ബന്ധുവീട്ടിൽ പോയ ബിജു അവിടെ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയിരുന്നു. ബന്ധുക്കൾ ജോണിന്റെ വീട്ടിൽ വിവരം അറിയിച്ചതോടെ മകൻ ക്രിസ്റ്റിയും സഹോദരനും ഇവിടെയെത്തി ബിജുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. തുടർന്ന് എല്ലാവരും ഉറങ്ങാൻ കിടന്ന ശേഷമാണ് കൊലപാതകം. ഉറങ്ങിക്കിടന്ന ക്രിസ്റ്റിയുടെ നെഞ്ചിൽ ബിജു കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ബഹളം കേട്ട് നാട്ടുകാർ എത്തിയപ്പോഴേക്കും ക്രിസ്റ്റി മരിച്ചിരുന്നു. ക്രിസ്റ്റിക്ക് 24 വയസ്സായിരുന്നു. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ബിജുവിനെ തിരുവമ്പാടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 മുഖം. വാളെടുത്തവൻ വാളാലെന്ന് കേട്ടിട്ടില്ലേ? അതാണ് കോട്ടയം സ്വദേശി ജയകൃഷ്ണൻ എന്ന യുവാവിന് സംഭവിച്ചത്. കോട്ടയം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ മോഷണം, പിടിച്ചുപറി, വധശ്രമം ഉൾപ്പെടെ വിവിധ കേസുകളിൽ പ്രതിയായിരുന്ന ജയകൃഷ്ണനെ കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്നു. പിന്നീട് അയാൾ ആലപ്പുഴ എരമല്ലൂരിലാണ് താമസിച്ചു വന്നിരുന്നത്. എരമല്ലൂരിൽ ഇയാളുടെ ആക്രമണത്തിന് പതിവായി ഇരയായിരുന്നത് സഹപ്രവർത്തകരാണ്. ഒടുവിൽ സഹികെട്ട് സഹപ്രവർത്തകനായ യുവാവ് ജയകൃഷ്ണനെ കുത്തിക്കൊലപ്പെടുത്തി. ആലപ്പുഴ എരമല്ലൂരിനെ നടുക്കിയ കൊലപാതക കേസിൽ പ്രതി പ്രേംജിത്തിനെ അരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എരമല്ലൂർ എൻവിസ് ബാറിന് സമീപമുള്ള പൊറോട്ട കമ്പനിയിൽ വിതരണ ജോലി നോക്കിയിരുന്നയാളാണ് കൊല്ലപ്പെട്ട മണർകാട് സ്വദേശി ജയകൃഷ്ണൻ. കമ്പനിയിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് പൊറോട്ട സപ്ലൈ ചെയ്യുന്ന ജയകൃഷ്ണന്റെ വാഹനത്തിലെ സഹായിയായിരുന്നു പ്രതി പ്രേംജിത്ത്. കോട്ടയം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ മോഷണം, പിടിച്ചുപറി, കൊലപാതക ശ്രമം തുടങ്ങിയ കേസുകളിൽ പ്രതിയായ ജയകൃഷ്ണൻ കാപ്പ നിയമപ്രകാരം നാട് കടത്തിയതിനെ തുടർന്നാണ് ഈ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയത്. ജയകൃഷ്ണൻ പ്രേംജിത്തിനെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുകയും കേസുകളിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടുള്ള വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. കമ്പനിയിലെ ജോലിക്കാർ വിശ്രമിക്കുന്ന വീട്ടിലെ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന ജയകൃഷ്ണനെ പുലർച്ചെ 4:30 കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചും കത്തികൊണ്ട് മുതുകത്ത് കുത്തിയുമാണ് പ്രേംജിത്ത് കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം മുറിയിൽ ഉപേക്ഷിച്ചുപോയ ആയുധങ്ങൾ പോലീസ് പിന്നീട് കണ്ടെടുത്തു. ദൃക്സാക്ഷികൾ ആരുമില്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ പരിശോധനയുടെയും സാങ്കേതിക പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്കെത്തിയത്. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ആലപ്പുഴ. മലയാള സിനിമയിലെ ലൈംഗിക പീഡന പരാതി നടന്മാരെ മാത്രമല്ല സംവിധായകരെയും അണിയറ പ്രവർത്തകരെയും വരെയും പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. യുവതി നൽകിയ പീഡന പരാതിയിൽ സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ കൊച്ചി മരട് പോലീസ് കേസെടുത്തു.
ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ രഹസ്യമൊഴിയെടുപ്പ് തുടരുകയാണ്. ഇടവേള ബാബുവിനെതിരെയും പ്രൊഡക്ഷൻ കൺട്രോളർ നോബിളിനെതിരെയും ആലുവ മുനിസിപ്പൽ കോടതിയിലാണ് നടി രഹസ്യമൊഴി നൽകിയത്. മുകേഷിന്റെ മരടിലെ വില്ലയിലും ഇടവേള ബാബുവിന്റെ കലൂരിലെ ഫ്ളാറ്റിലും അന്വേഷണ സംഘം നടിയുമായി തെളിവെടുപ്പ് നടത്തി. ജയസൂര്യക്കെതിരായ കേസിൽ തിങ്കളാഴ്ച പരാതിക്കാരിയുടെ രഹസ്യമൊഴിയെടുക്കും. അതിനിടെ ജയസൂര്യക്കെതിരെ കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറി. സിനിമാ താരങ്ങൾക്കെതിരായ ലൈംഗികാരോപണ പരാതിയിൽ ഇന്ന് ഒരു കേസ് കൂടിയാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. പരസ്യചിത്രത്തിൽ അഭിനയിക്കാമെന്ന് വാഗ്ദാനം നൽകി യുവ നടിയെ ഹോട്ടലിലേക്ക് വിളിച്ചുവരുത്തിയ സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയാണ് മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതിക്കാരി സമാനമായ രീതിയിൽ ബാബുരാജിനെതിരെയും ആരോപണം ഉന്നയിച്ചിരുന്നു. ബാബുരാജിനെതിരെയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിലായി സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ മരട് പോലീസാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്യും. പരസ്യചിത്രത്തിൽ അഭിനയിക്കാം എന്ന് വാഗ്ദാനം നൽകിയാണ് തന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത്. അവിടെ വെച്ച് അതിക്രമിച്ച് തന്റെ ശരീരത്തെ സ്പർശിക്കുകയും തന്നെ ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളൊരു പരാതിയാണ് ഈ പെൺകുട്ടി മരട് പോലീസിന് കൈമാറിയിരിക്കുന്നത്. എന്തായാലും ശ്രീകുമാർ മേനോനും മുൻകൂർ ജാമ്യം അടക്കമുള്ളതിനു വേണ്ടി തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്ന വിവരം കൂടിയാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. നടൻ ജയസൂര്യ ഉൾപ്പെടെ 7 പേർക്കെതിരെ ആലുവയിലെ നടി നൽകിയ പരാതിയിൽ ഓരോന്നായി അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം തന്നെ ഈ യുവതിയുടെ രഹസ്യമൊഴി ആലുവയിലെ വീട്ടിലെത്തി മണിക്കൂറുകൾ നീണ്ട രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ആലുവ മുനിസിപ്പൽ കോടതിയിലെത്തി യുവതി രഹസ്യമൊഴി കോടതിക്ക് മുന്നിൽ നൽകുകയും ചെയ്തു. ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ, അതായത് ജയസൂര്യ നായകനായ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ താൻ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജയസൂര്യ തന്റെ അനുവാദമില്ലാതെ ശരീരത്തിലേക്ക് കടന്നു പിടിക്കുകയും തന്നോട് മോശമായി പെരുമാറി എന്നൊരു പരാതിയാണ് ഈ യുവതി പോലീസിന് നൽകിയിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരുന്നു മുനിസിപ്പൽ കോടതിയിലെത്തി വിശദമായിട്ടുള്ള മൊഴി നൽകിയത്. നടൻ ജയസൂര്യക്കെതിരെ മറ്റൊരു പരാതി കൂടി കരമന പോലീസിന് ഒരു നടി നൽകിയിരുന്നു. ഇതിപ്പോൾ ഈ കേസ് തൊടുപുഴ പോലീസിന് കൈമാറിയിരിക്കുകയാണ്. കാരണം ഈ സംഭവം നടന്നത് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു. തൊടുപുഴയിൽ ഒരു സിനിമയുടെ ചിത്രീകരണ വേളയിൽ ഇത്തരത്തിൽ അനുവാദമില്ലാതെ തന്റെ ശരീരത്തിലേക്ക് ജയസൂര്യ കടന്നു പിടിക്കുകയും തന്നെ മോശമായി തന്നോട് സംസാരിച്ചു എന്നും ഈ നടി പരാതിയിൽ പറയുന്നുണ്ട്. ഇത് കരമന പോലീസിനായിരുന്നു ആദ്യം പരാതി നൽകിയത്. പക്ഷേ സംഭവം നടന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ തൊടുപുഴയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തൊടുപുഴ പോലീസിന് ഈ കേസ് കൈമാറിയിരിക്കുന്നത്. തൊടുപുഴ പോലീസ് ഇത് രജിസ്റ്റർ ചെയ്തായിരിക്കും അന്വേഷിക്കുക. എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ജയസൂര്യക്കെതിരെ ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. ഈ സിനിമാ മേഖലയിലെ ലൈംഗിക ആരോപണ പരാതിയിൽ എല്ലാം തന്നെ സംഭവം നടന്ന ഇടത്ത് പോലീസ് സ്റ്റേഷനുകളിലായിരിക്കും ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷമായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇത് കൈമാറുക. സിനിമയിലെ ലൈംഗിക അതിക്രമ പരാതിയിൽ പ്രതിപട്ടികയിലുള്ളവരുടെ എണ്ണവും കേസും വർദ്ധിക്കുകയാണ്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ പോലീസ് വീണ്ടും കേസെടുത്തു. ലൈംഗികമായി പീഡിപ്പിച്ചെന്ന യുവാവിന്റെ പരാതിയിലാണ് കോഴിക്കോട് കസബ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രകൃതി വിരുദ്ധ പീഡനം, IT ആക്ട് വകുപ്പുകൾ ചുമത്തിയാണ് രഞ്ജിത്തിനെതിരെ പോലീസിന്റെ നടപടി. ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ നടന്മാരായ ഇടവേള ബാബു, സുധീഷ് എന്നിവർക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് നടക്കാവ് പോലീസും കേസെടുത്തിട്ടുണ്ട്. ബംഗാളി നടിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസെടുത്തത്. ഇതിന് പിന്നാലെയാണ്
കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ യുവാവിന്റെ പരാതിയിൽ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രകൃതി വിരുദ്ധ പീഡനം, IT ആക്ട് എന്നിവ പ്രകാരമാണ് കോഴിക്കോട് കസബ പോലീസ് കേസെടുത്തത്. സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ തന്നെ 2012 ബംഗളൂരുവിൽ വെച്ച് സംവിധായകൻ രഞ്ജിത്ത് പീഡനത്തിന് ഇരയാക്കിയെന്നാണ് യുവാവിന്റെ പരാതി. സിനിമാ മേഖലയിലെ പരാതികൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘത്തിന് യുവാവ് മൊഴി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജൂനിയർ ആർട്ടിസ്റ്റായ യുവതി നൽകിയ പരാതിയിൽ നടന്മാരായ ഇടവേള ബാബുവിനും സുധീഷിനുമെതിരെ ലൈംഗികാതിക്രമത്തിന് നടക്കാവ് പോലീസ് കേസെടുത്തു. IPC 364A വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഐശ്വര്യ ഡോങ്റയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അമ്മയിൽ അംഗത്വം നൽകാം, പകരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഇടവേള ബാബു തന്നോട് പറഞ്ഞുവെന്നായിരുന്നു യുവതിയുടെ പരാതി. സുധീഷ് ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും യുവതി വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം വെള്ളയമ്പലത്ത് മാനവീയ മോഡൽ കൂട്ടത്തല്ല്. ഇരു സംഘങ്ങൾ തമ്മിൽ നടുറോഡിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ഏറ്റുമുട്ടി. പരാതിയില്ലാത്തതിനാൽ കേസെടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് മ്യൂസിയം പോലീസ്. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. തലസ്ഥാന നഗരത്തിൽ പലയിടത്തും ഇതുപോലുള്ള കൂട്ടത്തല്ല് പതിവ് കാഴ്ചയാണ്. മദ്യത്തിന്റെയും കഞ്ചാവിന്റെയും ലഹരിയിൽ യുവാക്കൾ അഴിഞ്ഞാടുന്നതാണ് പലപ്പോഴും അക്രമത്തിലേക്ക് വഴിമാറുന്നത്. വെള്ളയമ്പലം സ്ക്വയറിന് സമീപം ഇരു സംഘങ്ങൾ തമ്മിൽ നടു റോഡിൽ ഏറ്റുമുട്ടിയത് വഴിയാത്രക്കാരെയും അതോടൊപ്പം വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരെയും ഭീതിയിലാഴ്ത്തുന്ന തരത്തിലായിരുന്നു സംഘർഷം. ചോദ്യം ചെയ്യാൻ ശ്രമിച്ചവരെയൊക്കെ അസഭ്യം പറയുകയും വിരട്ടുകയും ചെയ്യുന്ന തരത്തിലായിരുന്നു സാഹചര്യം. അതിനിടയിൽ തിയേറ്ററിൽ സിനിമ കണ്ടിറങ്ങിയ ചിലരാണ് സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത്. തുടർന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്ന ഇരു വിഭാഗങ്ങളെ വിരട്ടി ഓടിക്കുകയായിരുന്നു. പക്ഷേ പരാതികളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിക്കാത്തതിനാൽ കേസെടുക്കാനാവില്ല എന്ന നിലപാടിലാണ് മ്യൂസിയം പോലീസ്. തൊട്ടടുത്ത് തന്നെ മാനവീയം വീതിയിൽ തുടർച്ചയായി സംഘർഷങ്ങൾ ഉണ്ടാവുകയും അവിടെ പോലീസിന്റെ പരിശോധന കർശനമാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മാനവീയം വീതിയിൽ ഒത്തുകൂടിയിരുന്ന സംഘങ്ങളാണ് ഇപ്പോൾ വെള്ളയമ്പലത്തേക്ക് കളം മാറ്റിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനവും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. തിരുവനന്തപുരം കുടപ്പനക്കുന്നെന്ന പ്രദേശത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പേടി സ്വപ്നമാണ് ലാത്തി രതീഷ് എന്ന ഗുണ്ട. കൊച്ചുകുട്ടികളെ പോലും ഇയാൾ ലൈംഗികമായി വേട്ടയാടും. കുടപ്പനക്കുന്നിലെ ഒരു 9 വയസ്സുള്ള കുട്ടിയാണ് രതീഷിന്റെ അതിക്രമത്തിന് ഇരയായത്. പ്രായപൂർത്തിയാകാത്ത ആ പെൺകുട്ടിയെ 4 വർഷം തുടർച്ചയായി പീഡിപ്പിച്ച കേസിൽ ഗുണ്ടയായ രതീഷിന് കോടതി 86 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു. പ്രതി 75,000 രൂപ പിഴയും അടയ്ക്കണമെന്നാണ് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതിയുടെ ഉത്തരവ്. 41-കാരനായ രതീഷ് 10ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 4 വർഷം നിരന്തരം പീഡിപ്പിച്ച കേസിലാണ് ഹാർവിപുരം സ്വദേശി ലാത്തി രതീഷ് എന്ന രതീഷ് കുമാറിനെ 86 വർഷം കഠിന തടവിനും 75,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി ആർ രേഖയാണ് ശിക്ഷ വിധിച്ചത്. പിഴത്തുക അടച്ചില്ലെങ്കിൽ 19 മാസം അധിക തടവ് അനുഭവിക്കണം. പിഴത്തുക കുട്ടിക്ക് നൽകണമെന്ന് കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. 2015 കുട്ടിക്ക് 9 വയസ്സുള്ളപ്പോഴാണ് പ്രതി ആദ്യമായി പീഡിപ്പിച്ചത്. പിന്നീട് പലതവണ പ്രകൃതിവിരുദ്ധ പീഡനത്തിനടക്കം ഇരയാക്കി. പ്രതി പ്രദേശത്തെ കുപ്രസിദ്ധ ഗുണ്ടയായതിനാൽ കുട്ടി വിവരങ്ങൾ പുറത്തു പറയാൻ ഭയന്നു. ഇടയ്ക്ക് കുട്ടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി കാറിനുള്ളിൽ വെച്ചും പീഡിപ്പിച്ചിരുന്നു. കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കാൻ പറഞ്ഞു വിട്ടപ്പോഴാണ് സംഭവം പുറത്തു വരുന്നത്. പിടിക്കപ്പെട്ടപ്പോൾ പ്രതി പറഞ്ഞിട്ടാണ് സാധനങ്ങൾ എടുത്തതെന്ന് കുട്ടി വെളിപ്പെടുത്തി. സ്ഥാപനത്തിലെ ജീവനക്കാരികൾ പുറത്തു വന്ന് നോക്കിയപ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് ജീവനക്കാരികൾ കൂടുതൽ ചോദിച്ചപ്പോഴാണ് കുട്ടി പീഡന വിവരങ്ങൾ പറയുന്നത്. ഇവർ കുട്ടിയുടെ അമ്മയെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് പേരൂർക്കട പോലീസിൽ പരാതി നൽകിയത്. കുട്ടി പറഞ്ഞ സമയങ്ങളിൽ പ്രതി അതേ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നതായി
മൊബൈൽ വിവരങ്ങൾ പരിശോധിച്ച് പോലീസ് കണ്ടെത്തിയിരുന്നു. ായ രതീഷ് 10ഓളം കേസുകളിൽ പ്രതിയാണ്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയ് മോഹൻ, അഡ്വക്കേറ്റ് അതിയന്നൂർ RY അഖിലേഷ് എന്നിവർ ഹാജരായി. പേരൂർക്കട പോലീസ് ഇൻസ്പെക്ടർ B സൈജുനാഥ്, SI സഞ്ജു ജോസഫ് എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ പാപ്പാരട്ട എന്ന ഗ്രാമത്തെ ആശങ്കയുടെ മുൾമുനിൽ നിർത്തിയ സംഭവമാണ് 7 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ തിരോധാനം. കാക്കോൽ പാപ്പാരട്ടയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ പോലീസ് തൃക്കരിപ്പൂരിൽ നിന്നും കണ്ടെത്തി. തിരുനെൽവേലി സ്വദേശികളായ ദമ്പതികളുടെ കുട്ടിയെ തട്ടിയെടുത്ത് നാടുവിടാൻ ശ്രമിച്ചത് ഇവരുടെ കുടുംബ സുഹൃത്താണ്. കുഞ്ഞുങ്ങൾ ഇല്ലാത്തതിനാലാണ് കുട്ടിയെ തട്ടിയെടുത്തതെന്നാണ് പ്രതിയുടെ മൊഴി. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശികളായ പ്രതാപൻ ഈശ്വരി ദമ്പതികളുടെ കുട്ടിയെയാണ് കാങ്കോലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത്. ഇവരുടെ കുടുംബ സുഹൃത്തും തമിഴ്നാട് സ്വദേശിയുമായ കറുപ്പുസ്വാമിയുടെ തൃക്കരിപ്പൂർ വടക്കേകോവിലിലെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. അമ്മയുടെയും മറ്റും കണ്ണുവെട്ടിച്ചാണ് പ്രതി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. കുട്ടികളില്ലാത്തതിനാൽ ഭാര്യയെ കാണിക്കാൻ കുഞ്ഞിനെ അപ്പൂപ്പന്റെ സമ്മതം വാങ്ങി കുട്ടിയെ കൊണ്ടുവന്നു എന്നാണ് കറുപ്പുസ്വാമി പോലീസിന് കൊടുത്ത മൊഴി. എന്നാൽ ഇത് കുട്ടിയുടെ കുടുംബം നിഷേധിച്ചു. കുട്ടിയുടെ അപ്പൂപ്പനൊപ്പം മദ്യപിച്ച ശേഷം വീട്ടിലെത്തിയാണ് കറുപ്പുസ്വാമി കുട്ടിയുമായി കടന്നുകളഞ്ഞതെന്ന് പോലീസ് പറയുന്നു. കറുപ്പുസ്വാമിയുടെ ഗുഡ്സ് ഓട്ടോറിക്ഷ സ്ഥലത്തു നിന്ന് പോകുന്നത് വീട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു. തുടർന്ന് പോലീസിനെ സമീപിക്കുകയായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 പയ്യന്നൂർ. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസായ ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ED കുറ്റപത്രം സമർപ്പിച്ചു. 1651 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഹൈറിച്ച് MD KD പ്രതാപൻ, ഭാര്യ ശ്രീന, 15 പ്രൊമോട്ടർമാർ ഉൾപ്പെടെ 37 പേരെ പ്രതി ചേർത്താണ് കുറ്റപത്രം. പ്രതികളുടെ പേരിലുള്ള 33 കോടി രൂപയുടെ സ്വത്തുക്കൾ ED വീണ്ടും കണ്ടുകെട്ടിയിരുന്നു. കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും അന്വേഷണം തുടരുമെന്നും ED വ്യക്തമാക്കി. $11,500 പേജുള്ള കുറ്റപത്രത്തിൽ കമ്പനിയുടെ ഇത്രയും കാലത്തെ തട്ടിപ്പുകൾ അക്കമിട്ട് നിരത്തുന്നു. ഹൈറിച്ച് ഗ്രോസറി ബിസിനസ്, ഫാം സിറ്റി, HR ക്രിപ്റ്റോ, HR OTT എന്നീ പേരുകളിലായിരുന്നു തട്ടിപ്പ്. 1651 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. തട്ടിപ്പിന് ഇരയായവർക്ക് പണം തിരികെ ലഭിക്കാൻ കോടതിയെ സമീപിക്കാമെന്നും കുറ്റപത്രത്തിലുണ്ട്. ഹൈറിച്ച് ഉടമകളായ പ്രതാപൻ, ഭാര്യ ശ്രീന, 15 പ്രൊമോട്ടർമാർ എന്നിവർ കേസിൽ പ്രതികളാണ്. പ്രതികളുടെ 33.7 കോടി രൂപയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ED ഇതിനകം കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇതടക്കം 277 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ED ഇതുവരെ കണ്ടുകെട്ടിയത്. ഹൈറിച്ച് MD KD പ്രതാപൻ മാത്രമായിരുന്നു കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. രാജ്യവ്യാപകമായ റെയ്ഡുകൾ നടത്തിയ ED നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിലൂടെയും കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. കമ്പനി പ്രൊമോട്ടർമാരും നേതൃനിരയിലുള്ളവരും ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടത്തിയതായും കണ്ടെത്തിയിരുന്നു. ഇതുവരെ കണ്ടെത്തിയതിനപ്പുറം വ്യാപ്തിയുള്ളതാണ് കേസ്. കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും അന്വേഷണം തുടരും.
ന്യൂസ് 18 കൊച്ചി. സൗഹൃദം നടിച്ചും വിശ്വാസ്യത നേടിയെടുത്തും വാഗ്ദാനങ്ങൾ നൽകിയും നിങ്ങളെ പലരും പ്രലോഭിച്ചേക്കാം. ഒന്നോർക്കുക, ചതിക്കുഴികൾ ഇവിടെയെല്ലാം മറഞ്ഞിരിപ്പുണ്ട്. സൂപ്പർ മാർക്കറ്റ് ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്നും ലാഭവിഹിതം വാങ്ങി നൽകാമെന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ യുവതി അറസ്റ്റിലായത് കൊല്ലം ചവറയിലാണ്. ചവറ സ്വദേശിനി സരിതയെയാണ് ചവറ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സൂപ്പർ മാർക്കറ്റ് ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന വാഗ്ദാനത്തിനു പുറമെ സരിതയുടെ പേരിൽ മത്സ്യബന്ധന ബോട്ടുണ്ടെന്നും അതിൽ പങ്കാളിയാക്കാമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ചവറ സ്വദേശികളായ ദമ്പതികളിൽ നിന്നും പലപ്പോഴായി 34,70,000 രൂപയാണ് തട്ടിയെടുത്തത്. വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം കിട്ടാതായതിനെ തുടർന്ന് പണം തിരികെ ചോദിക്കാനായി സരിതയുടെ വീട്ടിൽ ചെന്ന വീട്ടമ്മയെയും ഭർത്താവിനെയും സരിതയും ഭർത്താവും ചേർന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. സരിത സ്ഥിരം തട്ടിപ്പുകാരിയാണെന്നും നിരവധി പേരെ വഞ്ചിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തിട്ടുള്ളതായും ചവറ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. കരുനാഗപ്പള്ളി ASP VS പ്രദീപ് കുമാറിന്റെ മേൽനോട്ടത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. സ്വന്തം വീട്ടിൽ ഭീതിയോടെ കഴിയേണ്ടി വന്ന പെൺകുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കൊല്ലം പുനലൂരിൽ അങ്ങനെ ഒരു 11-കാരിയുണ്ട്. സ്വന്തം അച്ഛനാൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടവൾ. അമ്മ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്താണ് അയാൾ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ ചൂഷണം ചെയ്തത്. അച്ഛനെന്നല്ല, ഒരു മനുഷ്യനെന്ന് പോലും അയാളെ വിളിക്കാൻ കഴിയില്ല. ആ നരാധമന് കോടതി ട്രിപ്പിൾ ജീവപര്യന്തവും 20 വർഷം അധിക തടവും ശിക്ഷ വിധിച്ചിരിക്കുന്നു. ജീവപര്യന്തം തടവ് പ്രതിയുടെ ജീവിതാവസാനം വരെ ആണെന്ന് പുനലൂർ അതിവേഗ പോക്സോ കോടതിയുടെ വിധിയിലുണ്ട്. ഇതുപോലുള്ള വെറുക്കപ്പെട്ട ജന്മങ്ങളെ പുറം ലോകം പോലും കാണാൻ അനുവദിക്കരുത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൊടുത്തല്ല